1000 മുതൽ AD 300 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ മൃതശരീരങ്ങൾ സംസ്കരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണിത്. കുടക്കല്ലുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇതൊരു ശവപ്പറമ്പാണ്. അന്നത്തെ കാലത്തെ ആളുകളെ സംസ്കരിച്ചിരുന്ന ഒരു ശിലായുഗത്തിൽ സംസ്കരിച്ചിരുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു മാപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കുടക്കല്ല് കാണാൻ പറ്റും. ഇതൊരു കുടയുടെ രീതിയിലാണ് ഈ കല്ല് നിർമ്മിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കല്ലാണ് ഇത്. കരിങ്കല്ലല്ല, നമ്മുടെ ചെങ്കല്ലിൻ്റെ നമ്മൾ ചീങ്കല്ലെന്ന് പറയും. കരിങ്കല്ലും അല്ല ചെങ്കല്ലും അല്ലാത്ത രീതിയിലുള്ളൊരു കല്ലാണ്. നല്ല ഹാർഡായിട്ടുള്ളതാണ്. അപ്പോൾ ഇവയ്ക്ക് 2 മുതൽ 3 മീറ്റർ വരെ വ്യാസമുണ്ട്. ഇതൊക്കെ ഒരു 2 മീറ്റർ മേളിൽ തന്നെ വലിപ്പമുള്ള കല്ലുകളാണ്. അപ്പോൾ കുടക്കല്ലുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ചെറുതും വലുതുമായിട്ടുള്ള കുടക്കല്ലുകളാണ്. അവ മനുഷ്യരുടെ വലിപ്പത്തിനനുസരിച്ചുള്ളതാണ് എന്നാണ് തോന്നുന്നത്. കുട്ടികളെയൊക്കെ അടക്കുന്നതിന് ചെറിയ കല്ലുകളും വലിപ്പമുള്ള ആളുകളെ അടക്കുന്നതിന് വലിയ കല്ലുകളുമായിരിക്കണം. അങ്ങനത്തെ ഒരു രീതി ആയിരുന്നിരിക്കണം. അപ്പോൾ ഇതൊരു വലിയ കുടക്കല്ലാണ്. ഇവിടെയും നമുക്ക് കാണാം. മഴ മാറിയപ്പോൾ മൊത്തം പുല്ലൊക്കെ കരിഞ്ഞു വരികയാണ്. ഈ കല്ലുകൾ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വലിയ കല്ലുകളാണ്. ഇതുണ്ടോ, ഇതുപോലെ കല്ലുകൾ ചേർത്ത് വെച്ചതിന് ശേഷം അതിനുള്ളിൽ മൃതശരീരം നിലനിർത്തിയ സംസ്കരിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇതിൻ്റെ മുകളിലാണ് കുടക്കല്ല് വരുന്നത്. ഇങ്ങനെ 7ഉം 8ഉം 5ഉം കല്ലുകളൊക്കെ വെക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ആ വലിയ കുടക്കല്ലുകൾ എടുത്തു വെക്കുന്നത്. ഇവിടെ പലയിടത്തായിട്ട് ചെറുതും വലുതുമായ ധാരാളം കുടക്കല്ലുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉത്ഖനനം നടത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് നന്നങ്ങാടി ലഭിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ കല്ലൊക്കെ വീണു പോയതാണ്. മണ്ണൊലിപ്പ് മൂലമോ അല്ലാതെയോ വീണു പോയ കല്ലുകളാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ ഒരു പുരാവസ്തു ഗവേഷണ ഭാഗമായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. ഏകദേശം 2 ഏക്കർ സ്ഥലത്ത് 2 ഏക്കർ 22 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു ശവപ്പറമ്പ് വ്യാപിച്ച് കിടക്കുന്നത്. ഇതിലൊക്കെ കുടക്കല്ലുകൾ വീണു പോയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇത് വലിയൊരു കുടക്കല്ല് വെച്ചിരുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും ആ കിടക്കുന്നത്. ഇത് കണ്ടോ, വളരെ വലിപ്പത്തിലുള്ള കല്ലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗം കണ്ടോ, ഇത് കീറിയെടുത്ത് ആ ഒരു രീതി ശ്രദ്ധിക്കുക. അടിഭാഗം ഇതിൽ ലോക്കായി നിൽക്കത്തക്ക രീതിയിൽ വീതി കൂട്ടിയും മുകളിലോട്ട് വരുമ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഈ സാധനം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഒരു 45 ഡിഗ്രി ചെരിവിലാണ് ഈ കല്ലുകൾ മറിയാതെ. അതിൻ്റെ ബേസ് നോക്കിക്കുക, ബേസ് വേറൊരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ആളുകളെ സമ്മതിക്കണം കേട്ടോ. BC 1000 മുതൽ AD 300 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് ഇവിടെ സ്ഥാപിച്ചതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലോട്ട് ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഇതൊക്കെ വന്ന് കാണണം. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അന്തി ഉറങ്ങുന്ന ചില സ്ഥലങ്ങളാണ്. ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്ന സമയത്ത്
നിർമ്മിച്ചിരുന്ന നിർമ്മിതികളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പാലങ്ങളും നമ്മുടെ കെട്ടിടങ്ങളും ഒക്കെ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും ഒന്നുമല്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അത് എത്ര കൃത്യമായിട്ടാണ് അത് കൊത്തിയെടുത്തിരിക്കുന്നതെന്നാണ് അത് നോക്കേണ്ടത്. അപ്പം നമ്മളിങ്ങോട്ട് വന്നതാണ്. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുടക്കല്ലുണ്ടായിരുന്നു. അതിൻ്റെ കല്ലുകളൊക്കെ ആയിരിക്കും ഈ മാറ്റിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ 2.5 ഏക്കർ സ്ഥലത്ത് വിശാലമായിട്ട് ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണർ കാണാൻ പറ്റും. ഒരു വളരെ വലിയൊരു കിണറാണ്. ഇതിനിപ്പം ഇക്കാലത്ത് നിർമ്മിച്ചാണോ പഴയ കാലത്ത് നിർമ്മിച്ചാണോ എന്നെനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. പക്ഷെ അവിടെ പ്ലാനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രദേശം മുഴുവൻ ഇതുപോലുള്ള കുടക്കല്ലുകൾ കൊണ്ടുള്ള ഇതുണ്ടോ. ഒരു 3 മീറ്ററിന് മേളിൽ വ്യാസമുള്ള ഒരു കുടക്കല്ല് ആ ഭാഗത്ത് നിൽക്കുന്നത് കാണാം. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും അതിശയിക്കുന്ന കാര്യം. ശിലായുഗ മനുഷ്യർ കൂടുതലും ഇങ്ങനത്തെ കുടക്കല്ലുകൾ പോലുള്ള സാധനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ഇതുണ്ട്, അത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. നോക്കി, 4 കല്ല് നോക്കി. ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ പോയിന്റിലാണ്. അവിടെ കറക്റ്റായിട്ട് ഫ്ലാറ്റാക്കിയിരിക്കുകയാണ്. ചെറിയ ഫ്ലാറ്റേ ഉള്ളൂ എന്നിട്ട് ഒരു ചെറിയ ചെരിവ് അങ്ങോട്ടുണ്ട്. അതെനിക്ക് തോന്നുന്ന കാലക്രമത്തിൽ ഇതായതാണെന്ന് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ബേസ് മറിയാതിരിക്കാൻ വേണ്ടി അത് കയറ്റിയെടുത്തിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെയും നമുക്ക് ധാരാളം കുടക്കല്ലുകൾ കാണാം. ഇതൊക്കെ മറിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. ഇത് ചെറിയ കുടക്കല്ലാണ്. എനിക്ക് തോന്നുന്നത് ഇത് പ്രായത്തിൻ്റെ ഇതനുസരിച്ചോ അങ്ങനെയോ വല്ലോ ആയിരിക്കും ഇതിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ബ്രഹ്മാണ്ടം കല്ലാണ്. ഒരു 8 അടി 10 അടി വീതിയുള്ള കല്ലാണിത്. അതിൻ്റെ ഡയമെൻഷനാണ് പറഞ്ഞത്, ചുറ്റളവ്. അങ്ങനെ കുടക്കല്ലിൻ്റെ ഏരിയയിൽ നിന്നും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ധാരാളം സന്ദർശകർ വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി പ്രദേശം. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ പ്രദേശങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധാരാളം മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു 2 ഏക്കർ 22 സെൻറ്റ് സ്ഥലത്താണ് ഈ കുടക്കല്ലിൻ്റെ ഒരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുരാതനമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണല്ലോ മ്യൂസിയം. ഒരു ഓപ്പൺ മ്യൂസിയമാണിത്. അപ്പോൾ ശരി, ഇവിടെയും ധാരാളം കുടക്കല്ലുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഓലക്കുടയുടെ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇത് ഉയർത്തി വെച്ചതെന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. ഇത്രയും ഭാരമുള്ള സാധനം ചുറ്റിനും ആൾ നിന്നാൽ പൊക്കി വെക്കാവുന്നതേ ഉള്ളൂ. അത്രയും വെയിറ്റേ കാണത്തുള്ളൂ. 4 കല്ലിൻ്റെ ടോപ്പിൽ അത് നിർത്തിയിരിക്കുന്നതാണ് ഏറ്റവും ഇത്. അതാണ് ചിന്തിക്കാൻ പറ്റാത്തത്. കുടക്കല്ലുകളൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മണ്ണിൻ്റെ അടിയിലേക്കായതാണ്. കാലക്രമേണ ഉണ്ടായ
പ്രകൃതിക്ഷോഭം കൊണ്ടോ ഒക്കെ മറിഞ്ഞു വീണതായിരിക്കണം. പിന്നെ സംരക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടും മറിഞ്ഞു വീഴാം. അപ്പോൾ ഈ 4 കല്ലിൻ്റെ ഉള്ളിലാണ് ശവശരീരങ്ങൾ. നന്നങ്ങാടിയിൽ ഇതിൻ്റെ അത് നന്നങ്ങാടി ലഭിച്ചിരുന്നു എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഏതോ ഒരു കുടക്കല്ലിൻ്റെ അകത്തു നിന്നും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ശവശരീരങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഇതിനകത്ത് പെയിൻ്റ് അടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഴയ പോലെ തന്നെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു സാധനം ഇതാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ 2 or 3 എണ്ണം കൂടി നിൽപ്പുണ്ട്. ഇതാണ് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മുടെ കൊട്ടവഞ്ചിയുടെയൊക്കെ പോലെ തന്നെ കുടക്കല്ല് കൊള്ളാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ അല്ല കേട്ടോ, ഒറിജിനൽ കല്ലാണ്. ചീങ്കല്ലാണ് കേട്ടോ, ചീങ്കല്ല്. ചെങ്കല്ലും അല്ല കരിങ്കല്ലും അല്ല, രണ്ടിനും ഇടയിലുള്ള കട്ടിയുള്ള കല്ല്, അതാണ് ചീങ്കല്ല്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ചീങ്കല്ല് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഉരുട്ടിക്കൊണ്ട് വന്ന് പൊക്കി വെച്ചവനെ സമ്മതിക്കണം. അവരുടെയൊക്കെ ആരോഗ്യം, ഇതൊക്കെ പിടിക്കാനുള്ള തുളകളൊക്കെയാണെന്ന് തോന്നുന്നു ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. ഉരുട്ടി പൊക്കി കൊണ്ടുവരാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ തുളയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഉയർത്താനുള്ള കമ്പുകളൊക്കെ കയറ്റിയിട്ട് പൊക്കാനൊക്കെയുള്ള ഒരു രീതിക്ക് വേണ്ടിയായിരുന്നായിരിക്കും. ഇതുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അതോ ഇനി ചീങ്കല്ലുകൾ കാലക്രമേണ പൊടിഞ്ഞു പോയതാണോന്നും അറിയില്ല. പക്ഷേ എല്ലാത്തിലും അങ്ങനെ വരികയല്ലോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുളകൾ. ഇതുകൊണ്ട് ഇതിൻ്റെ ബേസ് ഈ കനമുള്ളതാണ്. അവത്തെ നിന്നാണ് ഷെയ്പ്പാക്കി ഇതുപോലെ 45 ഡിഗ്രിയിലോട്ട് ചെരിച്ചു വെക്കാനുള്ള പരുവത്തിൽ വെയിറ്റ് ആഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നല്ല തണൽ മരങ്ങളുടെയൊക്കെ ചോട്ടി വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റും. പഴയ കാലത്തെ മരങ്ങൾ തന്നെയാണ്, നല്ല പ്രായമുള്ള മരങ്ങളൊക്കെയാണ്. മാവാണ് കൂടുതൽ കേട്ടോ, എല്ലാം പൂത്തൊക്കെ നിൽക്കുകയാണ്. ചിലതൊക്കെ പൂത്തു, ചിലതൊക്കെ പുഴു കയറി നിൽപ്പുണ്ട്. അപ്പോൾ ശരി, നമുക്ക് കുടക്കല്ലിൽ നിന്നും യാത്ര തിരിക്കാം.